ഹലോ, ഇന്ന് നമുക്ക് വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കൊരു 10 ഗ്രാം സേമിയ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. വറുത്ത സേമിയ ആയാലും വറുക്കാത്ത സേമിയ ആയാലും കുഴപ്പമില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ഊറ്റി വെള്ളമൊക്കെ പോക്കിയെടുക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ തൊലിയൊന്നും പോക്കേണ്ടതില്ല. ആപ്പിൾ നന്നായിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ആപ്പിൾ ഇതേപോലെ തന്നെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇതേപോലുള്ള ചെറിയ 2 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തത്. അപ്പോൾ അത് ചെറുതായിട്ട് വളരെ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറ്റാൻ ഈ ഒരു ഡ്രിങ്ക് മാത്രം കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ 2 ചെറിയ പഴവും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഞാലിപ്പൂവൻ പഴത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴവും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നേരത്തെ ചോപ്പ് ചെയ്ത ആപ്പിളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊമഗ്രനേറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ബദാമും കൂടെ ഇതേപോലെ ഒന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 50 ml ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറച്ചുകൂടെ കൂടുതലായിട്ട് ആവശ്യമുള്ളവർ 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇതേപോലെ തന്നെ പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അലിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് 500 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കുക. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ ഒന്ന് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതും ഡ്രിങ്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ. ബായ്.